ബീജാപൂരിലെ 60 ശവക്കുഴികൾക്ക് കഷ്ടപ്പാടിന്റെ ഒരു കഥയുണ്ട്. നിഷ്കരണം കിണറ്റിലേക്ക് തള്ളപ്പെട്ട 60 സ്ത്രീകളുടെ കഥ. ബീജാപൂരിലെ ആദിൽ ഷാ രാജവംശത്തിലെ കമാൻഡറായിരുന്ന ഭർത്താവ് അഫ്സൽ ഖാൻ കൊലപ്പെടുത്തിയ 60 നിർഭാഗ്യരായ സ്ത്രീകളുടെ ദയനീയമായ നിലവിളി ബീജാപൂരിലെ കിണർ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. കർണാടകയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി ബീജാപൂരിനെ മാറ്റുന്നത് എന്താണെന്ന് നോക്കാം. ബീജാപൂരിലെ 60 ശവക്കുഴികൾക്ക് പറയാൻ ഏറ്റവും ഭയാനകമായ ഒരു കഥയുണ്ട്. കർണാടകയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. ബീജാപൂരിലെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് മരുഭൂമിയുടെ മറവിൽ ശവക്കുഴികൾ സ്ഥിതി ചെയ്യുന്നത്. കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശവകുടീരങ്ങൾ വരികളായി ക്രമീകരിച്ചിരിക്കുന്നു. കർണാടകയിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ ഈ 60 ശവകുടീരങ്ങളിൽ മരുഭൂമിയുടെ നടുവിലെ ഭയാനകമായ നിശബ്ദത തീർച്ചയായും നിങ്ങളെ ഭ്രമിപ്പിക്കും. 17-ാം നൂറ്റാണ്ടിൽ ഛത്രപതി ശിവാജി ആദിൽ ഷായ്ക്കെതിരെ യുദ്ധം ചെയ്ത സമയത്താണ് ഈ ഭയാനകമായ കഥ നടക്കുന്നത്. മഹാനായ ശിവജിക്കെതിരെയുള്ള സൈന്യത്തെ നയിച്ചത് അഫ്സൽ ഖാനായിരുന്നു. യുദ്ധത്തിൽ താൻ മരിക്കുമെന്ന ജ്യോതിഷികളുടെ പ്രവചനം അവനെ അസൂയ കൊണ്ട് ഭ്രാന്തനാക്കി. തന്റെ മരണശേഷം അവർ വീണ്ടും വിവാഹം കഴിക്കാതിരിക്കാൻ തന്റെ 60 ഭാര്യമാരെയും കൊല്ലാൻ അദ്ദേഹം തീരുമാനിച്ചു. ജനറൽ അവരെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി എല്ലാവരെയും കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ഇവരിൽ 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെയും പിടികൂടി കൊലപ്പെടുത്തി. ഭയപ്പെടുത്തുന്ന നിശബ്ദത ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ്. 60 സ്ത്രീകളുടെ നിലവിളി പ്രദേശമാകെ വ്യാപിക്കുന്നതായി തോന്നുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ശവക്കല്ലറയിൽ തങ്ങാൻ ആരും ധൈര്യപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് യഥാർത്ഥ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ചില രാത്രികളിൽ ഈ സ്ഥലത്തു നിന്നും കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഭയാനകമായ നിശബ്ദതയുള്ള ശൂന്യമായ സ്ഥലം തീർച്ചയായും നിങ്ങളെ ഭയപ്പെടുത്തും. ചരിത്രം ഭരണാധികാരികളുടെ മഹത്വം മാത്രമേ പാടൂ, പക്ഷേ അവരുടെ ക്രൂരതകളല്ല. ഇതിഹാസങ്ങൾ അഫ്സൽ ഖാന്റെ മഹത്വം പാടുമ്പോൾ അദ്ദേഹത്തിന്റെ 60 നിർഭാഗ്യരായ ഭാര്യമാരെ എളുപ്പത്തിൽ മറക്കുന്നു.